അറിയത്തില്ല, അത് നമ്മൾ പോയാലേ അറിയത്തുള്ളൂ. അതെന്തൊരു ശബ്ദം കണ്ടു ഇള്ളു മാത്രം കേട്ടെ. അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, നമുക്ക് അവിടെ കയറി അടിച്ചിട്ട് പോകാം. അവിടെ എത്ര ആവുമെന്ന് അറിയില്ല. പെട്രോളിനോ എന്തോ വന്നിട്ട് നീ എടുത്തോ ഐഫോൺ? നിന്റെ ഐഫോണാണ്. ഐഫോണിനോട് എത്ര വലിയ താല്പര്യമില്ല, പക്ഷെ താല്പര്യമുള്ള ഒറ്റ ഉള്ളൂ. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് സ്പീഡ് ചിലപ്പോൾ ഇങ്ങനെ സ്റ്റക്കായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇടിക്കൂലേ, അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും തോന്നാറില്ല. എല്ലാവർക്കും ഒരു സ്റ്റാറ്റസ് സിമ്പൽ അല്ല, ചില ആൾക്കാർക്ക് സ്പീഡിന്റെ ഇവിടെ അപ്പുറത്തെ റൂമിൽ ആരാധില്ല ഇല്ല, നമ്മളടുത്തില്ല. ഈ വണ്ടിയാ ബുക്ക് ചെയ്തത്. ഇത് അല്ലല്ല, ഈ ചാർജ് എടുക്കണോ? എത്ര ചാർജ് ഉണ്ട്? 75 ധാരാളം. ഞാൻ എന്റെ ഫോണിലായിട്ടേക്കണേ. എന്റെ ഫോണിൽ ആകെ 50 കണ്ടേ ഉള്ളു. 75 ഐഫോണിന്റെ ചാർജ് ചെയ്യും. ഈ ഫോണൊക്കെ കളിക്കുക വെച്ചാൽ എന്ന് വെച്ചാൽ ഗെയിമൊക്കെ കളിക്കുക, വീഡിയോ ഒക്കെ പ്ലേ ചെയ്യാൻ ചെയ്യായിരുന്നു. എനിക്ക് ഈ ഫോൺ എടുത്തിട്ട് എങ്ങനെ സാറ്റിസ്ഫൈഡാ? ഒരുത്തര് 2016 ഇട്ടത്. അന്ന് റിലീസായ ഐഫോൺ എടുത്തിട്ട് വരണ്ട് പ്രാർത്ഥിച്ചിട്ട് എന്നാല് ഐഫോൺ ഇപ്പൊ ഉള്ളതല്ലേ, പക്ഷെ ഇനി പെട്ടെന്ന് ഫോണ് പോയി എടുക്കരുത്. കാരണം എന്നാന്നറിയോ, മറ്റേ ലോക്കായി പോകും. ഇപ്പൊ വൈഫിന് ഇപ്പൊ സിമ്മ് മാറണമെങ്കിലേ ബുദ്ധിമുട്ടായില്ലേ, അതാണ് ഇവന്മാരുടെ ടെക്നിക്ക്. ഞാൻ വന്നപ്പെടുത്ത 5 കൊല്ലായി. എന്താ നാട്ടില് പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, ഈ എല്ലാരും യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇപ്പൊ ഈ സാധനം വന്നു തുടങ്ങി. അങ്ങനെ ഉണ്ടാവില്ല, കാരണം 13 ആണല്ലേ ഏറ്റവും ഫേമസ്. യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു കസിൻ അങ്കിള് തന്നെ വിളിച്ച്, നാട്ടിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പൈസ ഇവിടെ കൺസ്ട്രക്ഷൻ ടെൻഷൻ വേണ്ട. നമ്മൾ പിന്നെ എണ്ണ അടിക്കല നേരണ്ടോ, ഞാൻ പറഞ്ഞുതരാം. അത് 22 നിങ്ങൾ ഏത് ഇത് തിരിക്കാനോ? നിങ്ങൾ അവിടെ കിടന്ന് പുഴുങ്ങും, സത്യമായിട്ട് പറയാം.
ഹൈവേ കയറി കഴിഞ്ഞാൽ ഈ വിൻഡോ താക്കാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര കാറ്റടിക്കും, ചെവിയാനെയാവും. ഒഴുകുമ്പോ നമുക്ക് കൂട്ടാം. ഇവിടെ എത്രത്തോളം സെക്കൻഡ് ഹാൻഡ് കാസ് ആൾക്കാർ പിന്നെ സെക്കൻഡ് ഹാൻഡിന് പുതിയതിനേക്കാളും വിലയാ. എന്നുവെച്ചാൽ ഒരു 2018, 2019, 2020 എന്റെ പൊന്നെ അതിപ്പോ കണ്ടായില്ലേ, എനിക്കന്ന് കണ്ടായില്ലേ ബ്രോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇപ്പൊ ചെയ്യണം അറിയാവോ, ഈ ചിലപ്പോൾ യൂബറൊക്കെ ചെയ്യണം മാതിരി ഡോർ അങ്ങ് ലോക്ക് ചെയ്താൽ പോവേ. അപ്പൊ ഈ ഡോർ ലോക്ക് ചെയ്തപ്പോ എല്ലാവരും കയറി ബാക്കി കയറി. മറ്റേ ഇപ്പം ഒരു മലയാളിക്ക് ഒരു അറ്റാക്ക് കിടന്നു 2 ആഴ്ച കണ്ടായിരുന്നു. അപ്പം ആ സാധാരണ അയാൾ എപ്പോഴും കൊച്ചിനെടുക്കണാണേ. എന്തോ ദൈവത്തിന് അനുഗ്രഹം ഉണ്ട്, അന്ന് ഒരു ദിവസം അദ്ദേഹം കൊച്ചിനെടുത്തില്ല, കൊച്ചിനെ ആ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോയി. എന്നിട്ട് ഇയാള് ഫൈറ്റ് ചെയ്തു. പക്ഷെ ഇയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ ചെയ്തത്. എന്തെന്ന് പറഞ്ഞാൽ അർജുൻ ബാബു പറഞ്ഞ കണക്ക് അങ്ങനെ നമുക്ക് ഡേഞ്ചർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ പോകണമെന്നാ പറയുന്നത്. അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് റിസ്ക് എടുക്കാൻ നിൽക്കില്ല. ഇയാള് തിരിച്ച് അറ്റാക്ക് അടിക്കാൻ വേണ്ടിയൊക്കെ അങ്ങ് നോക്കി, ഇയാൾ ഫൈറ്റ് ചെയ്ത് നിന്നു. അവസാനം പിന്നെ ഇയാളങ്ങ് തെറിച്ചങ്ങ് പോയി, അറ്റം വരെ പോയി. അവസാനം ഒന്നും ഇയാൾക്കൊന്നും പറ്റിയില്ല. എന്തോ ഒരു ദൈവാനുഗ്രഹം. അല്ലെങ്കിൽ വണ്ടി കിട്ടിയോ അതോ വണ്ടി അവന്മാരും വണ്ടി ഇതുപോലെ പിടിച്ചെന്നാ പറയാന്ന് പറഞ്ഞു. അല്ല, വണ്ടി ഇതുപോലെ പിടിക്കാൻ വരുന്നവന്മാരാണെങ്കിൽ അവന്മാര് വണ്ടി ഉറപ്പായിട്ടും കൊണ്ടുപോയിരിക്കുമെന്നാ പറഞ്ഞു. അതായത് നിന്നെ ഒരു 2 ആഴ്ച 1 ആഴ്ച വാച്ച് ചെയ്ത് നീ പോകുന്ന സ്ഥലങ്ങളൊക്കെ പഠിച്ചിട്ടായിരിക്കും അവന്മാര് വരുന്നത്. അപ്പൊ വണ്ടി എടുക്കുന്ന ഉറപ്പിച്ചിട്ടാ വരുന്നത്. ആ, പിന്നെ അതിൽ കിടന്ന് കളിക്കാൻ നിൽക്കരുതെന്നാണ്. അയ്യോ, ഇവിടെയും ബ്ലോക്കാണ്. അതേപോലെ ഈ പൈസ കൊടുത്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്തോളാം. പെയ്ഡ് പാർക്കിംഗ് അല്ലാതെ വല്ലയിടത്തും കൊണ്ട് പാർക്ക് ചെയ്താലേ. എന്റെ ഫ്രണ്ടിന്റെ ഇത് അടിച്ചിട്ട് പോയി, നമ്പർ പ്ലേറ്റ് അടിച്ചിട്ട് പോയി. നമ്പർ പ്ലേറ്റ് ഈ നമ്പർ പ്ലേറ്റ് വെച്ച് കുറെ ഉടായ്പകൾ കാണിക്കുന്നു. അപ്പൊ അത് കംപ്ലൈന്റ് എടുത്ത് കഴിഞ്ഞില്ലേ? അത് കംപ്ലൈന്റ് കൊടുത്താൽ അത് രജിസ്റ്റർ ചെയ്താൽ മതി. പിന്നെ അതേപോലെ കുറച്ച് ചടങ്ങുണ്ട്. പിന്നെ നമ്മൾ സർവീസിൽ കാനഡയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം, 150 ഓർഡർ ആവും. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അമ്മച്ചി മാറ്റൂല, അമ്മച്ചിക്ക് ബാക്കോട്ട് മുന്നോട്ട് എടുക്കുള്ളൂ അമ്മച്ചി. അവിടുന്ന് വണ്ടിക്കാരൻ വന്ന് അടവെക്കാനാ. അല്ല, അവിടുന്ന് പുറകിൽ നിന്ന് വണ്ടിക്കാരൻ വന്ന് അടവെക്കായിരുന്നാ മതി. കാണാൻ ബാക്കോട്ട് എടുത്താൽ സുഖമാണ്. കുഴപ്പമില്ല, ഒരു പച്ച വന്നു, സാധനം നീങ്ങുന്നുണ്ട്. പക്ഷെ അവിടുന്ന് വരുന്ന നമ്മളെ കാണാൻ പറ്റുന്നില്ല. ചിലപ്പോ ഒരു മിനിറ്റ് കാണും, ഒന്ന് തിരിഞ്ഞിട്ട് ചെറിയ സീനാണ്. ടയർ ഇതിന്റെ ഫുൾ ടാങ്ക് അടിച്ചാ കട. അത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, ഒരു കാല് കാണുമായിരിക്കും. ഇത് 3.5 ഇല്ല, 3 കട്ടയും ജസ്റ്റ് വെച്ചിരി. അപ്പൊ ഒരു കാര്യം നമുക്ക് നോക്കിട്ട് അടിക്കാം. ഇപ്പൊ ഒരു 70 അടിച്ചാലോ? ഇപ്പുറത്തല്ലേ, ഇപ്പുറത്താ പെട്രോൾ അടിക്കുന്നല്ലേ? ലെഫ്റ്റില് 60-70 അടിക്കാം. എന്നിട്ട് നമുക്ക് സൂചി നമുക്ക് നോക്കിട്ട് അടിക്കാം. ഞാൻ അടിക്കണോ? കാണുന്ന പൈസ മറ്റേ ഇത് ക്ലിക്ക് ചെയ്താണോ?